നമസ്കാരം. ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പ്രവാചക സ്മരണയിൽ ഇസ്ലാം മതവിശ്വാസികൾ നബിദിനം ആഘോഷിച്ചു. നാടെങ്ങും നബിദിന റാലിയും വിവിധ പരിപാടികളും. വെമ്പുഴ പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണ പ്രവൃത്തി വൈകുന്നതിൽ പ്രതിഷേധം. താൽക്കാലിക യാത്രാ സൗകര്യം ഒരുക്കണമെന്ന് ആവശ്യം. മിനി MCF സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും നാനാനിപ്പോലിൽ മാലിന്യം തള്ളുന്നത് റോഡരികിൽ. പഞ്ചായത്ത് അധികൃതർ നിസ്സംഗതയിൽ. വാർത്തകൾ വിശദമായി. എടൂർ കരിക്കോട്ടക്കര റോഡിലെ വെമ്പുഴ പാലത്തിന്റെ കോൺക്രീറ്റ് പ്രവൃത്തി പൂർത്തിയായെങ്കിലും അപ്രോച്ച് റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി വൈകുന്നതിൽ വൻ പ്രതിഷേധം. അയ്യങ്കുന്ന് ആറളം പഞ്ചായത്തുകളെ കോർത്തിണക്കി ജനകീയ കൂട്ടായ്മയിൽ 43 വർഷം മുൻപ് പണിതതായിരുന്നു എടൂർ വെമ്പുവ പാലം. വർഷങ്ങൾ മുൻപ് പണിത വെമ്പുവ പാലം പൊളിച്ച് പുതിയ പാലം നിർമ്മിച്ചു കഴിഞ്ഞു. എന്നാൽ നിർമ്മാണ പ്രവൃത്തിയേറെ മന്ദഗതിയിലാണ് നടന്നത്. മലയോര ഹൈവേയുടെ ഭാഗമായ എടൂർ കരിക്കോട്ടക്കരി റോഡിലെ ഈ പഴയ പാലം പൊളിച്ച് പുതിയ പാലം നിർമ്മിക്കുമ്പോൾ ഈ മേഖലയിലുള്ള ആളുകൾ ഏറെ ബുദ്ധിമുട്ടാണ് അനുഭവിച്ചത്. നടക്കാനാക്കി തരണ്ടേ? മോശമല്ലേ കാണിക്കുന്നത്? കുറെ നാളായി ഇങ്ങനെ. പിന്നെയോ ഈ കുട്ടോപ്പ അവിടെയുള്ള പിള്ളേരൊക്കെ ഇതിലേക്ക് പോകുന്ന സ്കൂളിലേക്ക് എന്തോരം ബുദ്ധിമുട്ടുണ്ടെന്നറിയാവോ? ഇതെന്നെ പരിപാടി വരല്ലേ? കോൺക്രീറ്റ് കഴിഞ്ഞിട്ട് കുറേ നാളായോ? ഒരു മാസം മേലെയായി. എന്നിട്ട് മണ്ണിട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നടന്നു പോകാം. അത് ചെയ്യുന്നില്ല. വണ്ടി വിടണ്ടേ ഉള്ളൂ. വണ്ടി വിടണ്ട. ഞാനും പറഞ്ഞു വണ്ടി വിടണ്ട. അത് PWD വകുപ്പല്ലേ? സോറി. എന്നാൽ ഇപ്പോൾ പുതിയ പാലത്തിന്റെ കോൺക്രീറ്റ് പ്രവൃത്തി കഴിഞ്ഞിട്ട് തന്നെ ഒരു മാസം കഴിഞ്ഞു. എന്നാൽ അതിന്റെ അപ്രോച്ച് റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി ഇനിയും ആരംഭിച്ചിട്ടില്ല. ഇപ്പോൾ കരിക്കോട്ടക്കരി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഉൾപ്പെടെ കിലോമീറ്ററുകളോളം ചുറ്റി സഞ്ചരിച്ചാണ് പോകുന്നത്. ഇനിയെങ്കിലും ബന്ധപ്പെട്ടവർ ഇടപെട്ട് ഇരുഭാഗങ്ങളിലും റോഡ് മണ്ണിട്ടുയർത്തി താൽക്കാലികമായെങ്കിലും ഇതുവഴി കാൽനടയാത്രക്കാർക്കും വാഹനങ്ങൾക്കും കടന്നു പോകുവാനുള്ള സംവിധാനം ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. മിനി MCF സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും മാലിന്യം തള്ളുന്നത് റോഡരികിൽ. കേളകം നാനാനിപ്പോലിൽ റോഡരികിലാണ് മാലിന്യം തള്ളുന്നത്. വീടുകളിലെ മാലിന്യം അടക്കം തള്ളുന്നത് നിർബാധം തുടരുമ്പോഴും അധികൃതർ നിസ്സംഗത പാലിക്കുകയാണെന്നാണ് ആരോപണം. ഇടവിട്ട് പെയ്യുന്ന മഴയിൽ മാലിന്യം തള്ളിയ പ്ലാസ്റ്റിക് ഷീറ്റുകളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതടക്കം വൻ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നിരിക്കെ യാതൊരു ദാക്ഷിണ്യവും കൂടാതെയാണ് മാലിന്യങ്ങൾ ഇവിടെ തള്ളുന്നത്. കേളകം പഞ്ചായത്തിലെ നാനാനിപ്പൊയിൽ മലയോര ഹൈവേക്ക് സമീപത്താണ് മാലിന്യം നിർബാധം തള്ളുന്നത്. വീടുകളിലെ മാലിന്യമടക്കം ഇവിടെ തള്ളിയിട്ടുണ്ട്. സമീപത്ത് കേളകം ഗ്രാമപഞ്ചായത്തും ശുചിത്വ മിഷനും ചേർന്ന് മിനി MCF സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും യാതൊരു പ്രയോജനവുമില്ല. കൂടാതെ പൊതുജനങ്ങൾ യാതൊരു മാലിന്യവും സ്ഥലത്ത് നിക്ഷേപിക്കാൻ പാടില്ലെന്ന ബോർഡും വെച്ചിട്ടുണ്ട്. പക്ഷേ ബോർഡിന് കീഴെയാണ് മാലിന്യം നിർബാധം തള്ളുന്നത്. നടപടിയെടുക്കേണ്ടവർ നിസ്സംഗത പാലിക്കുകയാണെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഹൈവിഷൻ ന്യൂസ്, കേളകം. മഞ്ഞളാംപുറത്ത് വാഹനാപകടം, 2 പേർക്ക് പരിക്ക്. മദ്യപിച്ച് വാഹനമോടിച്ച് അപകടമുണ്ടാക്കിയ സംഭവത്തിൽ ഡ്രൈവർക്കെതിരെ കേളകം പോലീസ് കേസെടുത്തു. മഞ്ഞളാംപുറം മലയോര ഹൈവേയിൽ വാഹനാപകടം. തിങ്കളാഴ്ച രാവിലെ 10:30 അപകടം. കൊളക്കാട് ഭാഗത്തു നിന്നും കേളകത്തേക്ക് വരികയായിരുന്ന ഓട്ടോ ടാക്സി എതിർദിശയിൽ വരികയായിരുന്ന ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയായിരുന്നു. സമീപത്ത് നിർത്തിയിട്ട കാറിലും ഓട്ടോറിക്ഷ ഇടിച്ചു. ഓട്ടോറിക്ഷ ഡ്രൈവർ കാളിയം സ്വദേശി വിളങ്ങോട്ടുപറമ്പിൽ സുരേന്ദ്രൻ, യാത്രക്കാരൻ വളയഞ്ചാൽ നഗറിലെ രവി എന്നിവർക്ക് പരിക്കേറ്റു. എന്താ സംഭവിച്ചെന്നാ? വണ്ടി വന്ന് കയറിയതാ? ഇയാൾ വന്ന് കയറിയതാ. അപ്പൊ പിന്നെ ചേട്ടൻ സൈഡാക്കി ഇങ്ങനെ വരിക. അന്നേരം ഇയാൾ പിന്നെ വളച്ചും പൊളച്ച് ഇങ്ങനെ വന്നോണ്ടിരിക്കുക. അന്നേരം ചേട്ടൻ ഒന്നും കൂടി സൈഡാക്കി ഇയാളെ ഒറ്റ കുത്ത് വണ്ടി കൊടുത്തു. അപകടത്തെ തുടർന്ന് മണിക്കൂറുകൾ നേരം മലയോര ഹൈവേയിൽ ഗതാഗത തടസ്സവും ഉണ്ടായി. ഓട്ടോ ടാക്സി ഡ്രൈവർ മലയാമ്പടി സ്വദേശി മാങ്കുഴ ജോസ് ഊട്ടിക്കെതിരെ മദ്യപിച്ച് വാഹനമോടിച്ച് അപകടം സൃഷ്ടിച്ചതിനെതിരെ കേളകം പോലീസ് കേസെടുത്തു. ഇതിനു മുൻപും ഇയാൾക്കെതിരെ അപകടമുണ്ടാക്കിയ സംഭവത്തിൽ കേളകം പോലീസ് കേസെടുത്തിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ഹൈവിഷൻ ന്യൂസ്, കേളകം. പിക്കപ്പ് ജീപ്പ് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് അപകടം. കോളിക്കടവ് കോറമുക്കിലാണ് അപകടം. കോളിക്കടവ് കോറമുക്കിൽ പിക്കപ്പ് ജീപ്പ് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച അപകടം. ഇരിട്ടി ഭാഗത്തു നിന്നും എടൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന പിക്കപ്പ് ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത്. ഇലക്ട്രിക് പോസ്റ്റിലും വീട്ടുമതിലിലും ഇടിക്കുകയായിരുന്നു. അപകടത്തെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. പേരാവൂർ മുനീറുൽ ഇസ്ലാം സഭയുടെ നേതൃത്വത്തിൽ നബിദിനാഘോഷത്തിന്റെ ഭാഗമായി നബിദിന റാലി സംഘടിപ്പിച്ചു. പേരാവൂർ മുനീറുൽ ഇസ്ലാം സഭയുടെ നേതൃത്വത്തിൽ നബിദിനാഘോഷം സംഘടിപ്പിച്ചു.
ولا تجعل قبورنا وقبورهم حفرات من حفر النيران ربنا آتنا في الدنيا حسنة وفي الآخرة بك يا أرحم الراحمين. أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله. മഹൽ ഖത്തീബ് മൂസ മൗലവി, UV റഹീം, അബ്ദുൾ റഷീദ് KP, ഐഡിയൽ അബ്ദുൾ, പൂക്കോത്ത് അബുബക്കർ ഹാജി, സാദിഖ് അലി തുടങ്ങിയവർ നേതൃത്വം നൽകി. കിട്ടിയില്ല. ന്യൂസ് ബ്യൂറോ, പേരാവൂർ. നബിദിനത്തിന്റെ ഭാഗമായി അൽ ഹിലാൽ പള്ളി മദ്രസ കമ്മിറ്റിയുടെയും നബിദിനാഘോഷ കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ചെവിടിക്കുന്നിൽ നബിദിന സന്ദേശ റാലി സംഘടിപ്പിച്ചു. അൽ ഹിലാൽ പള്ളി മദ്രസ കമ്മിറ്റിയുടെയും നബിദിനാഘോഷ കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ചെവിടിക്കുന്നിൽ നബിദിന സന്ദേശ റാലി സംഘടിപ്പിച്ചു. വദന നിലാവിനയകാണ് വരികളിലെ സ്തുതിയാണ് വദന മദാത്മ സുഖമാണ് വരികെ സുഗന്ധ കുമണമാണ്.
മഹൽ ഖത്തീബ് അസീസ് ഫൈസി, മഹൽ പ്രസിഡന്റ് അരിപ്പയിൽ മുഹമ്മദ് ഹാജി, നവാസ് വി, മുസ്തഫ PP, ഷഫീഖ് CP, നബ്സൽ, റബീഹ് KC, നൌഫൽ, മുനീർ, അമീർ, അനസ്, ഷമീൽ, ഷബീർ, CP ഖാദർ, ലത്തീഫ് VP, ഷംസീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പേരാവൂർ. പ്രവാചക സ്നേഹത്തിന്റെ വിളംബരമായി അടയ്ക്കാത്തോടിൽ നബിദിനാഘോഷം നടത്തി. തക്ബീർ ധ്വനികളും ദഫ്മുട്ടിന്റെ പദതാളവും വിശ്വാസികളുടെ പങ്കാളിത്തവും കൊണ്ട് നബിദിനാഘോഷം ശ്രദ്ധേയമായി. പ്രവാചക സ്നേഹത്തിന്റെ വിളംബരമായി അടക്കാത്തോട്ടിൽ നബിദിന ആഘോഷം സംഘടിപ്പിച്ചു. തക്ബീർ ധ്വനികളും ദഫ്മുട്ടിന്റെ പദതാളവും വിശ്വാസികളുടെ പങ്കാളിത്തവും കൊണ്ട് നബിദിനാഘോഷം ശ്രദ്ധേയമായി. അടക്കാത്തോട് മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെയും റിഫായി ജും ആ മസ്ജിദിന്റെയും ആഭിമുഖ്യത്തിലാണ് റാലി സംഘടിപ്പിച്ചത്. നബിദിനാഘോഷത്തിന്റെ ഭാഗമായി വഴികാട്ടികളായിരുന്ന മുതിർന്നവരെയും സന്നദ്ധ പ്രവർത്തകരായ യുവാക്കളെയും ആദരിച്ചു. അബ്ദുറഹ്മാൻ റഹ്മാനി മണ്ണാർക്കാട് ഇഷ്ക് മജ്ലിസ് പരിപാടി നടത്തി. പൊതുസമ്മേളനം അബ്ദുൽ ഹമീദ് അഹ്സാനി ഉദ്ഘാടനം ചെയ്തു. സിയാസ് യമാനി മുഖ്യപ്രഭാഷണം നടത്തി. നബിദിന റാലിക്ക് ശേഷം മൗലിദ് പാരായണം, അന്നദാനം, തുടർന്ന് മദ്രസ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും സർട്ടിഫിക്കറ്റ് സമ്മാനങ്ങൾ വിതരണവും ചെയ്തു. മസ്ജിദ് ഇമാം സിയാസ് യമാനി, അബ്ദുൽ ഹമീദ് അഹ്സാനി, PM കാസിക്കുട്ടി മൗലവി, ബാസിദ് ഫാളിലി, ഹാരിസ് അമാനി, ഹംസ ബഖാവി, LI അബ്ദുൽ അസീസ്, NI താജുദ്ദീൻ, VK കുഞ്ഞുമോൻ, PA ബഷീർ, VP ഷമീർ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. അണിചേർന്ന പിന്നിട്ട വഴിത്താറുകളിൽ പ്രവാചകാനുരാഗത്തിന്റെ മന്ദമാരുതൻ സമ്മാനിച്ച ഇമ്പമാർന്ന മദ്ഹ് കീർത്തനങ്ങളുടെയും മെഗാ ദഫ് സംഘത്തിന്റെയും അകമ്പടി പ്രിയരെ, അജ്ഞതമുറ്റിയ കനൽ പദങ്ങളിൽ അധാർമികതയുടെയും അരാജകത്വത്തിന്റെയും അധമ ഭാവതലങ്ങളിലേക്ക് സഞ്ചരിച്ച അറേബ്യൻ ജനസമൂഹത്തെ വിശ്വാസ സുഹൃത്തുക്കളുടെ രാജകീയ പാതയിലേക്ക് കൈപിടിച്ചാനയിച്ച വിശ്വവിമോചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച നബിദിന ഘോഷയാത്രയാണ് അടക്കാത്തോട് നൂറുൽ ഹുദ മദ്രസയിലെ കുരുന്നു ഹൃദയങ്ങൾക്കൊപ്പം ഉസ്താദുമാരും രക്ഷിതാക്കളും നാട്ടിലെ മുഴുവൻ പ്രവാചക സ്നേഹികളും ഒരുമയോടെ അണിചേർന്ന പിന്നിട്ട വഴിത്താരകളിൽ പ്രവാചകാനുരാഗത്തിന്റെ മന്ദമാരുതൻ സമ്മാനിച്ച ഇമ്പമാർന്ന മദ്ഹ് കീർത്തനങ്ങളുടെയും മെഗാ ദഫ് സംഘത്തിന്റെയും അകമ്പടിയോടുകൂടി ഈ വഴിത്താരകളെ ധന്യമാക്കി ഇതുവഴി കടന്നു വരുന്നത് അനുഗ്രഹിക്കൂ പ്രിയപ്പെട്ടവരെ. ഈ നന്മക്കൂട്ടത്തെ നിങ്ങളും ആശീർവദിക്കൂ. ഹൈവിഷൻ ന്യൂസ്, കേരളം. നബിദിനാഘോഷത്തിന്റെ ഭാഗമായി ഇരിട്ടി, കാക്കയങ്ങാട്, തില്ലങ്കേരി മേഖലകളിലെ വിവിധ മഹലുകളുടെയും മദ്രസകളുടെയും നേതൃത്വത്തിൽ നബിദിന റാലി നടത്തി. നബിദിനാഘോഷത്തിന്റെ ഭാഗമായി ഉളിയിൽ മജ്ലിസ് മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നബിദിന ഘോഷയാത്ര നടത്തി. അഷ്റഫ് സഖാഫി കാടാച്ചിറ, സലാം ഇർഫാനി, ഷംസുദ്ദീൻ ഹാജി, P മുജീബ്, KT ഷരീഫ്, ഹനീഫ, റഫീഖ് കാരക്കുന്ന, ലത്തീഫ് സാദി തുടങ്ങിയവർ നേതൃത്വം നൽകി.
ചാക്കാട് കൂവത്തുൽ ഇസ്ലാം മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നബിദിന റാലി നടത്തി. മഹല്ല് ഖത്തീബ് മുഹമ്മദ് അസ്ലം വാഫി, സാജിർ സഖാഫി, മഹല്ല് പ്രസിഡന്റ് ഇ ഹമീദ്, KP മുഹമ്മദ് അലി, മജീദ് ഉവാപ്പള്ളി, P ഉസ്മായിൽ, VK നസീർ ഹാജി, PK അബ്ദുള്ള ഹാജി, KK സിദ്ദിഖ്, P ഹാരിസ്, ഇ റിയാസ്, P മുനീർ എന്നിവർ നേതൃത്വം നൽകി. കാവുമ്പടി മഹല്ല് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെയും ഹിദായത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി മദ്രസയുടെയും നേതൃത്വത്തിൽ നബിദിന റാലി നടത്തി. കാവുമ്പടിയിൽ നിന്നും ആരംഭിച്ച നബിദിന റാലി തില്ലങ്കേരിയിൽ സമാപിച്ചു. കാവുമ്പടി മഹല്ല് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയും ഹിദായത്തുൽ ഇസ്ലാം മദ്രസ വിദ്യാർത്ഥികളും ഉസ്താദുമാരും അണിയിച്ചൊരുക്കുന്ന നബിദിന റാലിയാണ് ഇന്നത്തെ വഴിത്താലകളെ ധന്യമാക്കിക്കൊണ്ട് കടന്നു വരുന്നത്. അനുഗ്രഹിക്കുക, ആശീർവദിക്കുക, അത് മോചനത്തിന്റെ 1000 പരസ്പരം കാണുമ്പോൾ തോന്നിയിരിക്കുന്ന ധർമ്മമാണെന്നും തൊഴിലാളിക്ക് ഉയർത്തും വേതനം നൽകണമെന്നും ലോകത്തോട് പ്രഖ്യാപിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അറേബ്യൻ പഠനാരണ്യത്തിലെ മലർവാടിയും അന്തമാരിന്റെ തലോടലിട്ട് വിളങ്ങുന്ന മാനവകളിൽ നിന്ന് മോചകൻ 140 കോടി മുസൽമാന്റെ ചങ്കിലെ ചോരയായ നെഞ്ചിലെ തുടിപ്പായ നെഞ്ചിന്റെ കുളിരായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം 1400 ആണ്ടുകൾക്കപ്പുറം അന്ധകാര നിബിഡമായിരുന്ന അറേബ്യൻ പഠനാരണ്യത്തിന്റെ അപരിഷ്കരണങ്ങളോടും അന്ധവിശ്വാസങ്ങളോടും അടരാടി തൗഹീദിന്റെ അമരത്തിന് വിളക്കി സത്യദീനിന്റെ ശത്രുക്കളെ സ്നേഹത്തിലൂടെയും സഹനത്തിലൂടെയും സഹിഷ്ണുതയിലൂടെയും സഹവർത്തിത്വത്തിലൂടെയും ഇസ്ലാമിന്റെ ഇഷ്ട സേവകരാക്കിയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തമ്മിലോടുള്ള കൊണ്ടാണ് കാവുമ്പടിയിലെയും അതുപോലെ തന്നെ തില്ലങ്കേരിയിലെയും മഹല്ല് കമ്മിറ്റി ഇത്തരമൊരു വലിയ നബിദിന റാലി സംഘടിപ്പിച്ചിരിക്കുന്നത്. റോഡരികിൽ മാറി നിൽക്കുന്ന എല്ലാവരും രാഗരീജികളോടെ തമാമ രാജഗുരു നബി റസൂല് രാപ്പകൽ ചലവാത്തു ദവാമ തസ്ബീഹ് മിസൽ താളം തഹ്ലീൽ മണി നഗം തരളിതം മൃദുതപിൻ സുദിയാലേ തസ്ബീഹ് മിസൽ താളം തഹ്ലീൽ മണി നഗം തരളിതം മൃദുതപിൻ സുദിയാലേ അലങ്കാര വേദിയാകെ. നൂറുകണക്കിന് വിശ്വാസികളാണ് നബിദിന റാലിയിൽ പങ്കെടുത്തത്. P മജീദ്, V യാക്കൂബ് ഹാജി, P മുഹമ്മദ് മാസ്റ്റർ, K റിയാദ്, കല്ലനാണ്ടി അബ്ദുറഹ്മാൻ, KP അസീസ് ഹാജി, PK മുഹമ്മദ് മാസ്റ്റർ, PK കുട്ടിയാലി, C നാസർ, ഷൗക്കത്തലി മൗലവി, P പോക്കു, K മുഹമ്മദ് റാഫി, PK അഷ്റഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി.
സ്വാഗതം. വിശ്വാസത്തിന്റെയും വിജ്ഞാനത്തിന്റെയും നല്ല മാർഗത്തിലേക്ക് ഒരു ജനസമൂഹത്തെ കൈവരിച്ചറിയിച്ച നീലാകാശത്തിന് താഴെ വട്ടമിട്ട് നടക്കുന്ന പറവകൾ മുതൽ കടയാനയിൽ നീട്ടിത്തിരിക്കുന്ന മത്സ്യങ്ങൾ വരെ സ്വലാത്ത് ചൊല്ലി കോശിയേക്കുന്ന സത്യദൈവം, സ്നേഹസ്വരൂപം, സഹനസ്തൂപം, അസ്രഫുൽ വറ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ച് വച്ചിരിക്കുന്നവൻ നമ്മയിൽപ്പെട്ടവനല്ലെന്ന് സമൂഹത്തെ ഉദ്ബോധിപ്പിച്ച് സാഹോദര്യ ബന്ധത്തിന് തുല്യതയില്ലാതെ മാതൃക സമ്മാനിച്ച വിശ്വവിമോചകൻ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 499 ജന്മദിനാഘോഷ പുലരിയിൽ നാടിന്റെ മതവൈജ്ഞാനിക പ്രഭാകേന്ദ്രം തെലുങ്കേരി മഹല്ല് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച നബിദിന ഘോഷയാത്രയാണ്. സ്വലാത്തിന്റെയും പ്രവാചക പ്രകീർത്തനത്തിന്റെയും മധുരോദര മാസ്മരിക മന്ത്രധ്വനികൾ വാനിലേക്ക് ഉയർന്നുപോയി ഇമ്പമാർന്ന മധുര ഗാനങ്ങളുടെ ഇശൽവരികൾക്കൊപ്പം ചുവടുവയ്ക്കുന്ന സംഘത്തിന്റെയും ചിട്ടയോടെ അടിവച്ചു നീങ്ങുന്ന സ്കൗട്ടിന്റെയും അകമ്പടിയോടെ ഈ നാടിന്റെ മണ്ണും മനസ്സും കുളിർപ്പിച്ച ഈ വഴിക്കാരുകളെ ധന്യമാക്കി ഇതുവഴി കടന്നു വരുന്നത്. അനുഗ്രഹിക്കൂ പ്രിയപ്പെട്ടവരെ, ആശീർവദിക്കൂ. കാക്കിങ്ങാട് മഹല്ല് കമ്മിറ്റി കൂട്ടായ്മയുടെയും നല്ലൂർ നൂറുൽ ഇസ്ലാം സുന്നി മദ്രസയുടെയും ഓട്ടമരം ബദർ മസ്ജിദിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടന്ന നബിദിന റാലിക്ക് കുഞ്ഞിമൊയ്തീൻ ഉസ്താദ്, ഇബ്രാഹിം സഖാഫി, അലി ഹാജി, മുഹമ്മദ് നിസാമി, ഷമീർ, ഹനീഫ, നവാബ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മാധുര്യമുള്ളവരാക്കിയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1499 ജന്മദിനോടനുബന്ധിച്ച് ഈ കൂടി വികാരയെ ധന്യമാക്കപ്പെട്ടുവരുന്ന കടന്നുവരുന്ന മഹത്തേറിയ റാലിയെ ആശീർവദിച്ചാലും അനുഗ്രഹിച്ചാലും അനുമോദനത്തിന്റെ ഉച്ചത്തിൽ നിർമ്മിച്ചാലും مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم دائما ابدا على حبيبك خير الخلق كلهم كان تسيلا تبيتي في جلب الآدمات إن പാറക്കണ്ടം നജാത്തുൽ സുബിയാൻ മദ്രസ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന നബിദിന റാലിക്ക് പ്രസിഡന്റ് പി അലി, മഹല്ല് ഖത്തീബ് അബ്ദുൽ ഖാദർ സഖാഫി, സി സുഹൈൽ ഹാജി, കെ പി സിറാജ്, കെ കെ ഷെരീഫ്, മുജീബ് തുടങ്ങിയവർ നേതൃത്വം നൽകി.
ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. മതാധ്യാപകർ സഭയുടെ സമ്പത്താണെന്ന് മാർ ജോസഫ് പാംപ്ലാനി. ചെമ്പേരിയിൽ വെച്ച് നടന്ന വിശ്വാസ പരിശീലകരുടെ റീജിയണൽ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമാനതകളില്ലാത്ത ശുശ്രൂഷയാണ് മതാധ്യാപകർ സഭയുടെ സമ്പത്താണെന്നും മാർ ജോസഫ് പാംപ്ലാനി പറഞ്ഞു. ചെമ്പേരി വിശുദ്ധ മദർ തെരേസ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ വിശ്വാസ പരിശീലകരുടെ റീജിയണൽ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മാർ ജോസഫ് പാംപ്ലാനി. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കേണ്ടവരും വരും തലമുറയ്ക്ക് സത്യവിശ്വാസം പകർന്നു നൽകേണ്ടവരുമാണ് വിശ്വാസ പരിശീലകരെന്നും ക്രിസ്തുവിനെ അനുഭവിച്ചവർക്ക് മാത്രമേ ഈ സത്യവിശ്വാസം പറഞ്ഞുകൊടുക്കാൻ കഴിയുകയുള്ളൂവെന്നും മാർ ജോസഫ് പാംപ്ലാനി പറഞ്ഞു. തലശ്ശേരി അതിരൂപത ചാൻസലർ റവറൻഡ് ഡോക്ടർ ജോസഫ് മുട്ടത്തുകുന്നേൽ, ഡോക്ടർ അലക്സ് ജോർജ് കാവുക്കാട്ട്, വികാരി ജനറൽ മോൺസിഞ്ഞോർ ആന്റണി മുതുകുന്നേൽ, ചെമ്പേരി ലൂർദ് മാതാ ബസിലിക്ക വികാരി ഡോക്ടർ ജോർജ് കാഞ്ഞിരക്കാട്ട്, പൈസക്കരി ഫെറോന വികാരി ഫാദർ നോബിൾ ഓണംകുളം, ചെമ്പന്തൊട്ടി ഫെറോന വികാരി ഫാദർ ആന്റണി മഞ്ഞളാങ്കുന്നേൽ, ഫാദർ അമൽ ചെമ്പകശ്ശേരി, ജോയ് കുരിശുകുന്നേൽ, ജോസഫ് പുല്ലാട്ട്, ലൈസൺ മാവുങ്കൽ, ജോസ് നെട്ടനാനിക്കൽ, ഷീൻ വേലിക്കകത്ത്, സിസ്റ്റർ ഡോക്ടർ ജോണറ്റ് മരിയ, സിസ്റ്റർ റോസിലിയ, ഡീക്കൻ സെബാസ്റ്റ്യൻ പറമ്പുമുറി, ബ്രദർ നിഖിൽ ആലപ്പാട്ട, മിനി സിറിൽ അറയ്ക്കൽ, അനഘ കട്ടക്കയം, വിശ്വാസ പരിശീലന കേന്ദ്രം ഡയറക്ടർ ഫാദർ ജേക്കബ് വെണ്ണായംപിള്ളിൽ, അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജോസഫ് വടക്കേപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. മുസ്ലിം ലീഗ് വിളക്കോട് ശാഖ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഹനാപകടത്തിൽ മരിച്ച വിളക്കോട് സ്വദേശി റിയാസ് പാനേരിയുടെ അനുസ്മരണാർത്ഥം അനുസ്മരണ യോഗവും പ്രാർത്ഥനാ സംഗമവും നടത്തി. കഴിഞ്ഞ ദിവസം ശിവപുരത്തുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച റിയാസ് പാനേരിയുടെ അനുസ്മരണാർത്ഥം മുസ്ലിം ലീഗ് വിളക്കോട് ശാഖാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ യോഗവും പ്രാർത്ഥനാ സംഗമവും സംഘടിപ്പിച്ചു. പ്രാർത്ഥനാ സംഗമം മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം മുണ്ടേരി ഉദ്ഘാടനം ചെയ്തു. പി അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. പി അഹമ്മദ് കുട്ടി മൗലവി പ്രാർത്ഥന നടത്തി. ഒ ഹംസ, MK മുഹമ്മദ്, PP മുസ്തഫ, KV റഷീദ്, MK കുഞ്ഞാലി, സി നസീർ, ചാത്തോത്ത് മൊയ്തീൻ ഹാജി, PK അഷ്റഫ് ഹാജി, തറാൽ ഈസ, ഈരടത്ത് ഹംസ മൗലവി, ജാഫർ ഫൈസി PC, ഷംനാസ് മാസ്റ്റർ, KP റംഷാദ് മാസ്റ്റർ, MK നാസർ മൗലവി, EP ലത്തീഫ്, PP സമദ്, സ്വാലിഹ് മാസ്റ്റർ, KV റാവുഫ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. നബിദിനാഘോഷത്തിന്റെ ഭാഗമായി മുരിങ്ങോടി മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നബിദിന റാലി സംഘടിപ്പിച്ചു. നബിദിനാഘോഷത്തിന്റെ ഭാഗമായി മുരിങ്ങോടി മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മിസ്കെ മദീന 2024 നബിദിന റാലി സംഘടിപ്പിച്ചു. KV ഇസ്മായിൽ ഹാജി പതാക ഉയർത്തി. മുരിങ്ങോടി മഹല്ല് ഖത്തീബ് സുഹേൽ ബാഖവി, ഇസ്മായിൽ ഹാജി, PP അലി, കാട്ടുമാടം ബഷീർ, KT മുസ്തഫ, ഷമ്മാസ് PP, മിറാജ്, നൌഷാദ്, SK ഇസ്മായിൽ, മുനീർ C, സിയാദ് P, ബഷീർ SM, അഷ്റഫ് K, അനീസ് V, മജീദ്, ഫൈനാസ്, സയ്യിദ് PC, നൌഷാദ് P, അസ്ഖർ CK, ഷിനാസ്, നാസർ P, യൂനസ്, അർഷാദ്, ഷമീം, സിദ്ദിഖ് ഖാദർ, ഷഫീഖ് മൗലവി, ഷാജഹാൻ റെയ്മി തുടങ്ങിയവർ നേതൃത്വം നൽകി. ചിത്തിരപ്പൊത്തൊളിവിൽ വാഴും മദീന, ചിത്തം നിത്യം തേടിടുന്ന തേട്ടും മദീന. ചിത്തിരപ്പൊത്തൊളിവിൽ വാഴും മദീന, ചിത്തം നിത്യം തേടിടുന്ന തേട്ടും മദീന. പത്തുകത്തിലുത്തവരം മുത്തിനെ വീണ, ഓർത്തു ഓർത്തു ചാട്ടിടുന്നു മധുമല വീണ. പത്തുകത്തിലുത്തവരം മുത്തിനെ വീണ, ഓർത്തു ഓർത്തു ചാട്ടിടുന്നു മധുമല വീണ. അശിക്കുലത്തിൽ നല്ല നൂറ് വന്നൊഴിച്ചു, എന്തായി മന്നാബദാ ആലാ ബിബിക ഹൈ മിൻ ഹൽഖി കുല്ലിഹിം യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ യാ വാസിഉൽ കറമി യാ റബ്ബി ബിൽ മുസ്തഫ
സലാത്തും നല്ല സലാമും പാടിയേ ചൊല്ലി സലാത്തും നല്ല സലാമും പാടിയേ അന്ന് മദീനയിലാതരം ആലമിലാകയും തേൻ സ്വരം ആ തിരുസുന്ദര പൂമുഖം ഇഷ്കിൻ പൂമരം കാണാൻ സമിതം സാരകം ഇശലാഗിരിയും താരകം സ്നേഹമനോഹര പൂരിതം ശാശ്വത താരകം ഏറെ കൽബും തേടിയേ ചൊല്ലി സലാത്തും നല്ല സലാമും പാടിയേ ചൊല്ലി സലാത്തും നല്ല സലാമും പാടി. ന്യൂസ് ബ്യൂറോ, പേരാവൂർ. വയനാട് ദുരന്തത്തിൽ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ കേരള അസോസിയേഷൻ ബീഹാർ 13 ലക്ഷം രൂപയാണ് ഇവിടെയുള്ള 46 കുടുംബങ്ങൾക്ക് വിതരണം ചെയ്തത്. വയനാട് ദുരന്തത്തിൽ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ കേരള അസോസിയേഷൻ ബീഹാറും 13 ലക്ഷം രൂപയാണ് ഇവിടെയുള്ള 46 കുടുംബങ്ങൾക്ക് വിതരണം ചെയ്തത്. KAB ചൂരൽമല പള്ളി വികാരി അച്ഛൻ്റെയും പ്രാദേശികവാസികളായ ബിനുവിൻ്റെയും സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി മേപ്പാടി കമ്മ്യൂണിറ്റിയുടെയും നേതൃത്വത്തിൽ കണ്ടെത്തിയ 46 കുടുംബങ്ങൾക്കാണ് ധനസഹായം നൽകിയത്. 2019 പുത്തുമല ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ട ബിജുവിൻ്റെ കുടുംബത്തിന് വീട് വെക്കുവാനും യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിക്ക് ലാപ്ടോപ്പ് മേടിക്കുവാനുള്ള തുകയും നൽകി. കേരള അസോസിയേഷൻ ബീഹാർ എന്ന മലയാളി സംഘടന 140 അംഗങ്ങളടങ്ങിയ ഒരു കൂട്ടായ്മയാണ്. സംഘടനയുടെ പ്രസിഡന്റ് ദീപ്തി പ്രിൻസ്, ഭാരവാഹികളായ ജോസഫ് TT, ബിജു തോമസ്, KV ഡെന്നി, പ്രിൻസ് PJ, സജ്ന ജോസഫ്, സുഷൻ അബ്രഹാം എന്നിവർ ചൂരൽമലയിൽ നേരിട്ട് സഹായധനം എത്തിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. CPIM കണ്ണമ്പള്ളി ബ്രാഞ്ച് സമ്മേളനം വായന്നൂർ KV രാഘവൻ നഗർ നടന്നു. CPIM പേരാവൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് M രാജൻ ഉദ്ഘാടനം ചെയ്തു. CPIM 24ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള CPIM വായന്നൂർ കണ്ണമ്പള്ളി ബ്രാഞ്ച് സമ്മേളനം വായന്നൂർ KV രാഘവൻ നഗറിൽ നടന്നു. M മധുവിന്റെ അധ്യക്ഷതയിൽ CPIM പേരാവൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് M രാജൻ ഉദ്ഘാടനം ചെയ്തു. വർഗീയ അജണ്ട ഈ നിലയിൽ മുന്നോട്ട് പോയാൽ BJPക്ക് വളരാനാകും, BJPക്ക് വിജയിക്കാൻ വേണ്ടി സാധിക്കും എന്നാണ് BJP കണക്കൂട്ടിയിരുന്നത്. അതായത് പ്രതിപക്ഷത്തെയാകെ ഈ വർഗീയ അജണ്ട വെച്ചുകൊണ്ട് തകർക്കാം എന്ന നിലപാടായിരുന്നു അവർ സ്വീകരിച്ചത്. പക്ഷേ ആ കണക്കൂട്ടലുകൾ തെറ്റിപ്പോവുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്.
BJPക്ക് ഇപ്പോൾ നമുക്കറിയാം ഒറ്റക്ക് ഭൂരിപക്ഷം കിട്ടിയിട്ടുള്ള ഒരു സാഹചര്യമല്ല ഉള്ളത്. 2019 2014 കാലപരിധി പരിശോധിച്ചാൽ BJPക്ക് കേവല ഭൂരിപക്ഷം എത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഒരുപക്ഷെ BJP കണക്കുകൂട്ടിയതുപോലെ നേരത്തെ പറഞ്ഞു 400 സീറ്റാണ് ലഭിക്കാൻ വേണ്ടി പോകുന്നത്. 400 സീറ്റെങ്കിലും കിട്ടും എന്ന് വലിയ നിലയിൽ തന്നെ വലിയ പ്രചരണം BJP ആദ്യഘട്ടത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ എത്രയോ മുന്നേ തന്നെ നടത്തുകയുണ്ടായി. എന്നാൽ 400 സീറ്റ് കിട്ടില്ല എന്ന് പറഞ്ഞല്ല, കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ വളരെ കുറഞ്ഞ സീറ്റാണ് BJP കിട്ടിയത്. നമ്മൾ പരിശോധിക്കേണ്ട കാര്യം ഇപ്പോൾ പ്രധാനമായും ഉത്തരേന്ത്യക്ക് UP ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനമാണ്. UP 80 പാർലമെന്റ് ലോക്സഭാ മണ്ഡലങ്ങളുണ്ട്. BJPക്ക് ആ സംസ്ഥാനത്ത് പ്രതീക്ഷ പോലെ ഉയർന്നു വരാൻ വേണ്ടി സാധിച്ചില്ല. ഉത്തരേന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും BJPക്ക് പഴയതുപോലെ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചില്ല. അതോടൊപ്പം നമുക്കറിയാം ഈ ഇന്ത്യ രാജ്യം കഴിഞ്ഞ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട BJPക്കെതിരായി വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രക്ഷോഭമായിരുന്നു കർഷക പ്രക്ഷോഭം. ബ്രാഞ്ച് സെക്രട്ടറി സനൂപ്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ C രാജീവൻ, P സുരേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. മുതിർന്ന പാർട്ടി അംഗം KC രവീന്ദ്രൻ പതാകയുയർത്തി. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, CPIM സിന്ദാബാദ്, CPIM സിന്ദാബാദ്, CPIM സിന്ദാബാദ്, CPIM സിന്ദാബാദ്, ബ്രാഞ്ച് സമ്മേളന സിന്ദാബാദ്, ബ്രാഞ്ച് സമ്മേളന സിന്ദാബാദ്, ബ്രാഞ്ച് സമ്മേളന സിന്ദാബാദ്, ബ്രാഞ്ച് സമ്മേളന സിന്ദാബാദ്, 24 പാർട്ടി കോൺഗ്രസ് സിന്ദാബാദ്, 24 പാർട്ടി കോൺഗ്രസ് സിന്ദാബാദ്, 24 പാർട്ടി കോൺഗ്രസ് സിന്ദാബാദ്, 24 പാർട്ടി കോൺഗ്രസ് സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. പേരാവൂർ സെന്റ് ജോസഫ്സ് ഹൈസ്കൂൾ 1975-76 SSLC ബാച്ചിന്റെ സൗഹൃദ കൂട്ടായ്മ തൊണ്ടിയിൽ വെച്ച് നടന്നു. പേരാവൂർ സെന്റ് ജോസഫ് ഹൈസ്കൂൾ 1975-76 SSLC ബാച്ചിന്റെ സൗഹൃദ കൂട്ടായ്മ തൊണ്ടിയിൽ പള്ളി പാരിഷ് ഹാളിൽ വെച്ച് നടന്നു. ചടങ്ങിൽ ബാബു മുണ്ടിയാനിക്കൽ അധ്യക്ഷത വഹിച്ചു. പവിത്രൻ തോട്ടത്തിൽ, ജോൺസൺ പൊട്ടയ്ക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. പൂർവ്വ അധ്യാപകരായിരുന്ന VD ജോർജ്, ജോർജ് മാത്യു, PV നാരായണൻ മാസ്റ്റർ, സിസിലി ടീച്ചർ, ഏലിക്കുട്ടി ടീച്ചർ, അന്നമ്മ ടീച്ചർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. അതൊരു പ്രേമം ഞാൻ 48 വർഷത്തിന് ശേഷമാണ് കാണുന്നത്. ജയന്തനെ ഇടയ്ക്കൊക്കെ കാണാറുണ്ടായിരുന്നു. അവിടുത്തെ സ്കൂളിലെ ഹെഡ് മാസ്റ്ററായിട്ട് വരുന്നത്. പക്ഷെ ഒത്തിരി സന്തോഷം തോന്നി. ഞാൻ പ്രേമയോട് പറഞ്ഞു, പ്രേമ നീ എന്ത് വന്നാലും നമ്മുടെ ഈ കൂട്ടായ്മ നമുക്ക് വിളിച്ചു ചേർക്കണം, നിങ്ങൾ സഹകരിക്കും. ഉറപ്പായിട്ടും അവർ ധൈര്യം തന്നിരിക്കും. അതുപോലെ തന്നെയാണ് എലുമ്പലേക്ക് കൂടെ നിന്ന് ജോസൂട്ടിയുണ്ട്. ജോസൂട്ടിയാണ് രണ്ടാമത് പറയുന്നത്. ജോസൂട്ടി പറഞ്ഞ ഏറ്റവും എളുപ്പമുള്ളത് നമുക്കൊരു വാട്സപ്പ് കൂട്ടായ്മ രൂപപ്പെടുത്താം, എല്ലാവരും അപ്പന്മാരാക്കാം, എല്ലാവർക്കും അതിനകത്ത് കയറാം, ബാക്കിയുള്ളവരെ ഉൾപ്പെടുത്താം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവരെയും കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞ ഗ്രൂപ്പ് ഫോം ചെയ്ത് കഴിഞ്ഞ ആഗസ്റ്റ് മാസം 15-ാം തീയതി പേരാവൂരെ KKയുടെ രാജധാനിയുടെ ഓഡിറ്റോറിയത്തിൽ ഞങ്ങൾ ഒത്തുചേർന്നു. അന്ന് ഞങ്ങളുടെ ചിന്ത Aയും Bയും പവിത്രൻ പറഞ്ഞതുപോലെ ആൺകുട്ടികളുടെ ഗ്രൂപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 37 ആളുകൾ അതോടെ പങ്കെടുത്തു. ടീച്ചേഴ്സിനെ ഉൾപ്പെടുത്താൻ പറ്റിയില്ല, സഹോദരിമാരെ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. കുടുംബ ചരമം. കൊട്ടിയൂർ അമ്പായത്തോടിലെ വടക്കേ തടത്തിൽ ചാക്കോയുടെ ഭാര്യ ശോശാമ്മ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. മക്കൾ സണ്ണി, സാജു, റെജി, ലിസി, മരുമക്കൾ സാലി, സ്വപ്ന. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് അമ്പായത്തോട് സെന്റ് മേരീസ് പള്ളി സെമിത്തേരിയിൽ.
കണ്ണവം പറമ്പുക്കാവിലെ പൊരുന്നത്തി കുമ്പ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. ഭർത്താവ് പരേതനായ എടാൻ കേളപ്പൻ, മക്കൾ ചന്ദ്രൻ, ശ്രീധരൻ, രാജൻ, ബീന, അജിത് ബാബു, സീന, മരുമക്കൾ ശാന്ത, സിന്ധു, ശോഭ, വിദ്യ, ചന്ദ്രൻ, സിനു. ഇരിട്ടിയിലെ ആദ്യകാല വ്യാപാരിയായിരുന്ന ചരളിലെ മമ്പള്ളിക്കുന്നേൽ തോമസ് മാത്യു എന്ന തമ്പി അന്തരിച്ചു. 69 വയസ്സായിരുന്നു. ഭാര്യ ഫിലോമിന, മക്കൾ മാത്യു, തോമസ്, അലിൻഡ റോയ്, മരുമക്കൾ റൈന മാത്യു, റോയ് സെബാസ്റ്റ്യൻ. സംസ്കാരം ചൊവ്വാഴ്ച 4 മണിക്ക് ചരൾ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി സെമിത്തേരിയിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രവാചക സ്മരണയിൽ ഇസ്ലാം മതവിശ്വാസികൾ നബിദിനം ആഘോഷിച്ചു. നാടെങ്ങും നബിദിന റാലിയും വിവിധ പരിപാടികളും. വെമ്പുഴ പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണ പ്രവൃത്തി വൈകുന്നതിൽ പ്രതിഷേധം. താൽക്കാലിക യാത്രാ സൗകര്യം ഒരുക്കണമെന്ന് ആവശ്യം. മിനി MCF സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും നാനാനിപ്പോലിൽ മാലിന്യം തള്ളുന്നത് റോഡരികിൽ. പഞ്ചായത്ത് അധികൃതർ നിസ്സംഗതയിൽ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.